നമ്മളെ ഇന്നത്തെ ടോപ്പിക്ക് ഹൗ ടു ഫേസ് എ ഇന്റർവ്യൂ അല്ലേ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ് എങ്ങനെ ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യണം. നമ്മൾ കുറേ ഡിഗ്രിയൊക്കെ എടുത്തു, കുറേ സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്റർവ്യൂവിൽ കറക്റ്റായിട്ട് നമ്മൾ പെർഫോം ചെയ്തിരുന്നെങ്കിൽ ജോലി സാലറി കുറവാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഇന്റർവ്യൂ ഫേസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഡ്രസ് കോഡ്. ഡ്രസ് കോഡ് എന്താ? നല്ല സ്റ്റൈലിഷ് ഡ്രസ്സ്. ഇപ്പം നിങ്ങളൊക്കെ ടീച്ചേഴ്സാണ്. ഇപ്പോൾ ടീച്ചേഴ്സ് ഡ്രസ്സ് പറഞ്ഞാൽ വളരെ ഡീസൻ്റ് ആയിരിക്കും. അതായത് ശരീരഭാഗങ്ങൾ കാണാത്ത പല സ്കൂൾ ഇന്റർവ്യൂ ബോർഡുകളും സ്കൂൾ കമ്മിറ്റികളും ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഡ്രസ്സിങ്ങും അതിൻ്റെ ഡീസൻസിയും. കാരണം എന്താ? കാരണം നിങ്ങളിൽ നിന്നാണ് കുട്ടികൾ പലരും പഠിക്കേണ്ടത് അല്ലേ, ടീച്ചേഴ്സിൽ നിന്നാണ് സ്റ്റുഡൻസ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളെ വസ്ത്ര വിധാനം കറക്റ്റ് അല്ലെങ്കിൽ അതായത് കുട്ടികൾ എന്ത് ചെയ്യാം, ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരഭാഗമൊക്കെ പറഞ്ഞാൽ ഏറ്റവും നല്ല ഡ്രസ്സിങ്, ഏറ്റവും നല്ല നിങ്ങൾ കോൺഫിഡൻ്റ് ആയ ഡ്രസ്സ്. നിങ്ങൾ ഏതൊക്കെ ഒരു 10 ചുരിദാറുണ്ടായിരിക്കാം അല്ലേ, പക്ഷെ അതിൽ 2 or 3 ചുരിദാറായിരിക്കും നിങ്ങൾ നന്നായി നല്ല മനസ്സിന് ഇണങ്ങിയതാണ്. മനസ്സിന് ഏറ്റവും ഇണങ്ങിയ നല്ല ചുരിദാർ അത് നല്ല വെടിപ്പോട് കൂടിയിട്ട് ധരിക്കും. ഡ്രസ് കോഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൂടെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. ഇപ്പം ഞാനിവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ നല്ലൊരു ഡ്രസ്സിൽ ഞാൻ കോൺഫിഡൻ്റ് അല്ല എങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ക്ലാസ് പെർഫോം ചെയ്യാൻ കഴിയില്ല. മനസ്സിലായി? പക്ഷേ നമ്മൾ ഡ്രസ് കോഡൊക്കെ നന്നായിരിക്കുക, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയ ഡ്രസ്സിലൊന്നും എന്താ വെച്ചാൽ നമുക്ക് നമ്മൾ എന്തൊക്കെ ഉദ്ദേശിച്ചാൽ കൃത്യമായി പറയാൻ പറ്റും. അത് പ്രധാന കാരണം. അപ്പോൾ ഇന്റർവ്യൂ ഫസ്റ്റ് വൺ ഈസ് പറഞ്ഞാൽ നമ്മൾ ഡ്രസ് കോഡ് ഏറ്റവും നല്ല ഡ്രസ് കോഡ് പോകുന്നതാണ്. മനസ്സിലായോ? ഓക്കെ. ദെൻ രണ്ടാമത് സെൽഫ് കോൺഫിഡൻസ് അല്ലേ, അതായത് എന്താണ്? ആത്മവിശ്വാസം ഉണ്ടാവുന്നത്. നമ്മൾ ഇന്റർവ്യൂക്കാണ് പോകുന്നത്, നേരത്തെ പ്രിപ്പയർ ആവണം. ഇപ്പൊ നാളെ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ പോകുന്ന സ്കൂളിനെ സംബന്ധിച്ച് അവയർനെസ് എനിക്ക് വേണം. ഏത് സ്കൂളാണ് പോകുന്നത്, എത്രമാത്രം നല്ല സ്കൂളാണ് എന്നുള്ളത്. അപ്പം അവിടെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് ആദ്യം നിങ്ങൾ വീട്ടിൽ നിന്നും ഒരു കണ്ണാടിക്ക് മുമ്പിൽ നിന്നാണ്ട് നിങ്ങളൊരു ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യുന്ന പോലെ കുറെ പറഞ്ഞ് പഠിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇന്റർവ്യൂ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ആ ഒരു വേറെ മാറിക്കും. മനസ്സിലായോ? ഫസ്റ്റ് ഇന്റർവ്യൂ പങ്കെടുക്കുമ്പോൾ നമ്മൾ 2, 3, 4 പ്രാവശ്യം വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് മുന്നിൽ നിന്നാണ്ട് നമ്മൾ കുറേ കാര്യം പറഞ്ഞ് പഠിക്കുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പുകൾ 1 by 1 ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന് വീട്ടിൽ നിന്ന് പോയിട്ട് എന്താ വെച്ചാൽ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ്. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും എത്രമാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അത്രമാത്രം അടുത്ത നമുക്കുണ്ടായിരിക്കും. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ പഠിച്ചിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് എന്ത് പറയണം, എന്തൊക്കെ പറയണ്ട, എങ്ങനെ ഒരു ഫ്രെയിമിൽ നിന്നാണ് ചുരുക്കി പറയാം എന്നുള്ളതാണ്. അപ്പം ഞാൻ പഠിച്ചു വരുന്നത് ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് എങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റും. ഞാനത് നേരത്തെ പഠിച്ചിട്ടില്ലെങ്കിൽ ഇന്നലെ ഇതിനൊക്കെ നോക്കിയില്ലെങ്കിൽ ഞാനൊരു ഓർഡർ ഇങ്ങനെ പറഞ്ഞ പോലെ ഉണ്ടാവും. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാണെന്ന് അറിയില്ല. ഇപ്പൊ നിങ്ങളെന്നെ സംശയിച്ച് ചോദിച്ചാൽ പറയാൻ പറ്റും. കാരണം ഈ സബ്ജക്റ്റ് ഞാൻ പഠിച്ചെന്ന് സംസാരിക്കണം. അപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിൽ പോകുന്ന സമയത്ത് എന്താ വെച്ചാൽ നിങ്ങൾ ആദ്യമേ നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം, മെന്റലി ഫിസിക്കലി എല്ലാം. മനസ്സിലായി? അപ്പോൾ നമുക്ക് എന്ത് എന്താണ് പ്രയാസങ്ങൾ പ്രതിസന്ധി മുഖത്തിലും ഇതൊന്നും അവിടെ കാണിക്കാൻ പറ്റില്ല. മനസ്സിലായി? അപ്പോൾ ഇന്റർവ്യൂ പോകുന്ന സമയത്ത് അന്നത്തെ ദിവസം നിങ്ങൾ വളരെ കോൺഫിഡൻസോട് കൂടി പോകണം, പങ്കെടുക്കണം. പിന്നെ മൂന്നാമതൊരു പോയിന്റാണ് എന്താണ്? ടൈമിംഗ് എന്നാണ്. ടൈം എന്താ? ടൈമിംഗ് അത് ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പോൾ നമ്മൾ ബിഫോർ ടൈമിൽ പോകാറുള്ളതാണ്. ബിഫോർ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ 10 മണിക്കാണ് നിങ്ങൾ ഇന്റർവ്യൂ പറയുന്നത്. 10 മണിക്ക് ഇന്റർവ്യൂ പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ വെച്ചാൽ 9:30-എങ്കിലും നിങ്ങൾ അവിടെ എത്തണം. നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഇന്റർവ്യൂ പോകുന്നതിനടുത്ത് എത്തണം. മനസ്സിലായോ? പ്രധാന ഘടകം. അപ്പോൾ 10 മണിക്കെങ്കിലും 9:30-ക്ക് എത്തുക. നമ്മൾ നേരെ മറിച്ച് നമ്മൾ ഹറിവറയായി ചെന്ന് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇപ്പോൾ 10 മണിക്ക് ഇന്റർവ്യൂ നിങ്ങൾ 10 മണിക്ക് എത്തുക, അല്ല 10 മിനിറ്റ് എത്തിയാണെന്ന് വെച്ചാൽ നമ്മൾ വളരെ ഹറിവറയായി റിലാക്സേഷൻ കിട്ടും. നമ്മൾ എത്തിക്കഴിഞ്ഞ ശേഷം കുറച്ച് റിലാക്സിങ് ആണ് എന്താണ് സാധനം. ഇത് ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ്. നമ്മൾ ഓടിച്ചെന്ന് ജോലിക്ക് എടുക്കാമെന്നല്ല. ഒരുപാട് ആളുകൾ ജോലിയിൽ വന്നിട്ടായിരിക്കും. ഇന്റർവ്യൂവേഴ്സിന് മുമ്പിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നും സോർട്ട് ചെയ്ത് ഏറ്റവും നല്ല ഒരു കാൻഡിഡേറ്റ് തിരഞ്ഞെടുക്കുക. കാരണം അവർക്ക് എന്താ ആവശ്യം എന്താ? ഏറ്റവും നല്ല ടീച്ചർ ആവശ്യമാണ്. മനസ്സിലായി? കുറെ ആളുകൾ വന്നിട്ടുണ്ട്, ഈ മാർക്കുകൾ കുറെ കിട്ടി കൊടുക്കാതെ. പക്ഷെ ഇന്റർവ്യൂവിൽ നന്നായി പെർഫോം ചെയ്യാത്ത, നന്നായിട്ട് കൊട്ടക്കണക്കിന് മാർക്കുമായി കുട്ടികളുണ്ടായിരിക്കും. പക്ഷെ അതല്ല സ്കൂൾ മാർക്കിന് അപ്പുറമായിട്ട് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സിന് ആവശ്യമുള്ളൂ. കുറെ മാർക്കറ്റുകാരെ സ്കൂൾ ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ മറിച്ച് ആ സ്കൂൾ കൊണ്ടുനടക്കാൻ, ആ ക്ലാസ് കൊണ്ടുനടക്കാൻ പ്രാപ്തരായ ആളുകളെയാണ് ഇന്റർവ്യൂ തിരഞ്ഞെടുക്കുന്നത്. അതിനാണ് ഇന്റർവ്യൂ എടുക്കുന്നത്.